പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ട അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ, മെയ് മാസ വണക്കത്തിൻ്റെ 25-ാം ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ആചരിക്കുന്ന ദിവസം കൂടിയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 41-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം ധ്യാന വാക്യമായി നമുക്കെടുക്കാം. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. എലിസബത്തിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരാനുള്ള കാരണം അത് പരിശുദ്ധ കന്യകയിലൂടെ പുത്രനായ ഈശോയുടെ സാന്നിധ്യമാണ്. പുത്രനായ ഈശോ മനുഷ്യ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സമ്മാനം അത് പരിശുദ്ധാത്മാവിനെയാണ്. ഇന്ന് സ്വർഗാരോഹണ തിരുനാൾ ആചരിക്കുന്ന ദിവസം ഈശോ നമുക്ക് തന്നിട്ട് പോയ ആ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന് വേണ്ടി തീക്ഷ്ണതയോടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നിങ്ങൾക്ക് ഞാനൊരു സഹായകനെ നൽകും. ആ സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. എലിസബത്തിൽ പരിശുദ്ധാത്മാവ് വന്നു, പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്ന തിരുവചനത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ എലിസബത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരാനുള്ള കാരണം അത് പരിശുദ്ധ കന്യകയിലെ ഈശോയുടെ സാന്നിധ്യമാണ്. ഈശോയുടെ സാന്നിധ്യം നമുക്ക് നൽകുന്ന വാഗ്ദാനവും ഉറപ്പും പ്രചോദനവും അത് പരിശുദ്ധാത്മാവിനെ നൽകുമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ 25-ാം ദിനത്തിൽ ഈശോയുടെ സ്വർഗാരോഹണ തിരുനാളിന്റെ ഓർമ്മ ആചരിക്കുമ്പോഴും മെയ് മാസ വണക്കത്തിന്റെ 25-ാം ദിവസത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എലിസബത്തിൽ പരിശുദ്ധാത്മാവ് നിറയാനുള്ള കാരണം അത് പരിശുദ്ധ അമ്മ വില കൊടുക്കാൻ തയ്യാറായതുകൊണ്ടാണ്. തൻ്റെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട ഈശോയെയും കൊണ്ട് മലമ്പ്രദേശത്തുള്ള പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ അവൾ യാത്ര പുറപ്പെട്ടു. എലിസബത്തിന്റെ ഭവനത്തിൽ പ്രവേശിച്ച് എലിസബത്തിനെ അനുഗ്രഹിക്കാൻ പുത്രനായ ഈശോയോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ, പുത്രനായ ഈശോ എലിസബത്തിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയം വിട്ടുമാറാനുള്ള കാരണം സഹായകനായ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്. അവൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. അതേ പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ ഇന്ന് നമുക്ക് നൽകുന്ന സന്ദേശം, നീ ഈശോയെയും കൊണ്ട് അന്യന്റെ ഭവനത്തിലേക്ക് പോകണം. അന്യന്റെ ഭവനത്തിന് നീ ഒരു സന്തോഷ കാരണമാവണം. ആ സന്തോഷ കാരണം അവന്റെ ഉള്ളിലെ ഭയം ഒഴിവാക്കാൻ, അവന്റെ ഉള്ളിലെ നിരാശ ഒഴിവാക്കാൻ, അവന്റെ ഉള്ളിലെ അസ്വസ്ഥതകൾ ഒഴിവാക്കാൻ അതിന് നീ കാരണമാവണം. കാരണമാകുന്ന പരിശുദ്ധാത്മാവിനെ പുത്രനായ ഈശോ അവരിലേക്ക് വർഷിക്കുമെന്ന് പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുക. അതേ പ്രിയമുള്ളവരെ, ഈ ഒരു മാതൃകയെ ഒരു തിരുമാതൃകയായി സ്വീകരിക്കാൻ നമുക്ക് പറ്റുമോ? പരിശുദ്ധ കുർബാന സ്വീകരിച്ച് നമ്മൾ ചുമ്മാ നടക്കേണ്ടവരല്ല. കാണുന്നവർക്കൊക്കെ ഈശോയോട് പറയാൻ പറ്റണം, ഈശോയെ നീ അവരെ അനുഗ്രഹിക്കണം. ഞാൻ ഇന്ന് ആരെ കണ്ടുമുട്ടുന്നു, ഞാൻ ഇന്ന് അസ്വസ്ഥമായി ആരെ കണ്ടാലും അവർക്ക് നീ സ്വസ്ഥത കൊടുക്കണം. ഞാൻ ഇന്ന് രോഗിയായ ആരെ കണ്ടാലും അവരെ നീ സൗഖ്യപ്പെടുത്തണം. ഞാൻ ഇന്ന് നിരാശനായി നിൽക്കുന്ന ആരെ കണ്ടാലും അവരെ പ്രതീക്ഷ കൊടുത്ത് സന്തോഷത്തിലേക്ക് നീ കൊണ്ടുവരണം. അതിന് പരിശുദ്ധാത്മാവിനെ നീ അവർ കൊടുക്കണം. പ്രിയമുള്ളവരെ, നമുക്കത് പറയാൻ പറ്റും. നമ്മൾ എത്ര നാളായ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, എന്നിട്ട് എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു ബോധ്യമില്ല? പരിശുദ്ധ അമ്മ വളരെ വലിയ ഒരു മാതൃക തരികയാണ്. ഈശോയെയും കൊണ്ട് നീ എവിടെ പോയാലും നീ ഉള്ളിൽ ഉറച്ചു വിശ്വസിച്ച്
ബോധ്യത്തോടുകൂടി ഈശോയോട് ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് സ്വാർത്ഥതയില്ലാതെ, പരാതികൾ കൂടാതെ, പരിമിതികളിൽ പെടാതെ സന്തോഷത്തോടെ, ഈശോയെ നീ അവന് മുഴുവൻ കൊടുക്കണം, നീ അവനെ അനുഗ്രഹിക്കണം, എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നീ അവരെ അനുഗ്രഹിക്കണം, ആ കുടുംബത്തെ അനുഗ്രഹിക്കണം, അവരുടെ പ്രശ്നങ്ങളെ എടുത്തു മാറ്റണം, അവരുടെ രോഗ ദുരിതങ്ങൾ എടുത്തു മാറ്റണം എന്ന് പറഞ്ഞാൽ ഈശോ അത് എടുത്തു മാറ്റുമെന്നും പിന്നീട് അവരെ ശക്തിപ്പെടുത്താൻ ശക്തനായ പരിശുദ്ധാത്മാവിനെ കൊടുക്കുമെന്നും എലിസബത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നിറഞ്ഞ അനുഭവത്തിലൂടെ സ്വർഗം നമ്മെ പഠിപ്പിക്കുക. അതേ പ്രിയമുള്ളവരെ, നമുക്ക് പരിശുദ്ധാത്മാവ് വേണം, നമ്മളുമായി ബന്ധപ്പെടുന്ന ഒരു പരിശുദ്ധാത്മാവിന് സാന്നിധ്യം ഉണ്ടാവണം. അങ്ങനെ എല്ലാവരും ധൈര്യത്തോടുകൂടി ഈ ലോകത്തിൽ ജീവിക്കണം. അതിനുള്ള വരങ്ങൾക്ക് വേണ്ടി, കൃപകൾക്ക് വേണ്ടി ഈ സ്വർഗാരോഹണ തിരുനാൾ ദിനത്തിൽ ഈശോയോട് പരിശുദ്ധ അമ്മ മുഖാന്തരം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, സ്വർഗം തുറന്ന് ഞങ്ങളിൽ വർഷിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കൂടുതൽ ഉജ്ജ്വലിപ്പിക്കണമേ. മറ്റുള്ളവർക്ക് ഞങ്ങൾ അനുഗ്രഹമായിട്ട് തീരാൻ, ഞങ്ങളെ സഹായിക്കാൻ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ വർഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ഈശോയുടെ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി, ഈ ബോധ്യങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥയാവണമേ. ആമേൻ.